ബ്രില്യൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൃപേഷ്. ഞാൻ ബ്രില്യൻസിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. 8ാം ക്ലാസ് വരെ നമ്മൾ സോഷ്യൽ സയൻസിനെ ഒരൊറ്റ പാഠപുസ്തകത്തിനുള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഒരൊറ്റ പാഠപുസ്തകമായിരുന്നു 8ാം ക്ലാസ് വരെ നമുക്ക് സോഷ്യൽ സയൻസ്. പക്ഷേ നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് ചില മാറ്റങ്ങളൊക്കെ സോഷ്യൽ സയൻസിൽ വരുത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ സയൻസിനെ പ്രധാനമായും നമ്മൾ 2 വിഭാഗങ്ങളാക്കിക്കൊണ്ടാണ് 9ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോഷ്യൽ സയൻസ് ഫസ്റ്റും സോഷ്യൽ സയൻസ് സെക്കൻഡും. പൊതുവെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ കൂടുതൽ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്റ്ററി ആയതുകൊണ്ട്, ചരിത്രമായതുകൊണ്ട് സോഷ്യൽ സയൻസ് ഫസ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി പാർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ മുഴുവനായും ചരിത്രമല്ല, ചില പൊളിറ്റിക്സിൻ്റെ ഭാഗങ്ങളും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചില ഭാഗങ്ങളും സോഷ്യോളജിയുടെ ചില ഭാഗങ്ങളും കൂടി അതിനകത്തുണ്ട്. പക്ഷേ സാമാന്യ അർത്ഥത്തിൽ നമ്മുടെ പഠന സൗകര്യാർത്ഥം സോഷ്യൽ സയൻസ് ഫസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ വിളിക്കുക. അതായത് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ഹിസ്റ്ററി എന്നും സോഷ്യൽ സയൻസ് സെക്കൻഡിനെ നമ്മൾ ജോഗ്രഫി എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോഷ്യൽ സയൻസ് സെക്കൻഡിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സോഷ്യൽ സയൻസ് സെക്കൻഡിൽ കൂടുതലായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജോഗ്രഫി പാർട്ട് ആയതുകൊണ്ടാണ് സോഷ്യൽ സയൻസ് സെക്കൻഡിനെ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? ജോഗ്രഫി എന്ന് വിളിക്കുന്നത്. പക്ഷേ സോഷ്യൽ സയൻസ് സെക്കൻഡിനകത്ത് ജോഗ്രഫി മാത്രമല്ല ഉള്ളത്, അതിനകത്ത് കുറച്ച് എക്കണോമിക്സിൻ്റെ പാർട്ടുകൾ കൂടി ഉണ്ട്. എന്തായാലും നമുക്ക് പഠന സൗകര്യാർത്ഥം നമ്മൾ സോഷ്യൽ സയൻസ് സെക്കൻഡിനെ എന്ത് വിളിക്കുന്നുണ്ട്? ജോഗ്രഫി എന്ന് വിളിക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ് ഫസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി സോഷ്യൽ സയൻസ് ഫസ്റ്റിനെ നമ്മൾ ഏത് പേരിൽ കൂടെ വിളിക്കാറുണ്ട്? ഹിസ്റ്ററി എന്നുകൂടി വിളിക്കാറുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം, അല്ലേ? ചരിത്രം എന്നുകൂടി വിളിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹിസ്റ്ററി അഥവാ ചരിത്രം ഇഷ്ടമാണോ? ഭൂരിഭാഗം പേർക്കും ചരിത്രം ഇഷ്ടമായിരിക്കും, അല്ലേ? അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല ഹിസ്റ്ററി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടേണ്ട ഒരു വിഷയമല്ല ഏത്? ഹിസ്റ്ററി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരിഭാഗം വരുന്ന കുട്ടികളും ഉത്തരം പറയും, ഹിസ്റ്ററി ഈസ് ദി സ്റ്റഡി ഓഫ് പാസ്റ്റ്, അല്ലേ? കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്രമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ സാധാരണ നമ്മളോട് ക്ലാസ്സിൽ പറയുന്നതാണ്. പോയ കാലത്തെക്കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ പോയ കാലത്തെക്കുറിച്ചുള്ള പഠനവും അതിനെ രേഖപ്പെടുത്തലുമാണ് ചരിത്രം എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഹിസ്റ്ററി അഥവാ ചരിത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റഡി ഓഫ് പാസ്റ്റ്, പോയ കാലത്തെക്കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ പോയ കാലത്തെക്കുറിച്ചുള്ള പഠനവും അതിനെ രേഖപ്പെടുത്തലുമാണെന്ത്? ചരിത്രം. ഇപ്പോൾ ഗ്രീക്കുകാരനായ ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനെയാണ്, അല്ലെങ്കിൽ ഒരു പണ്ഡിതനെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്? ചരിത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. പല കുട്ടികളും നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയം, എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയം ഇതാണ്: നമ്മൾ എന്തിനാണ് ഈ ചരിത്രം പഠിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്? ഈ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലേ? നമുക്ക് ഇന്നുള്ള കാലത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന കാലത്തെയും കുറിച്ചൊക്കെ മനസ്സിലാക്കിയാൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ പോരാ. ഇനി ഇന്നത്തെ കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചോ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. തീർച്ചയായും നമുക്ക് ഏത് പഠിച്ചേ പറ്റൂ? ചരിത്രം പഠിച്ചേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാനാകുന്നത്? അതെ, ഒരു വൃക്ഷമാണ്, അല്ലേ? ഒരു വലിയ ട്രീയാണ് നമുക്കിതിൽ കാണാനാകുന്നത്. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ, നമ്മൾ ഈ കാണുന്നത് മാത്രമാണോ യഥാർത്ഥത്തിൽ ഈ മരം? അല്ലല്ലോ. എന്തുകൂടിയുണ്ട്? അതെ, ഈ മരത്തിൻ്റെ വേരുകൾ കൂടിയുണ്ട്. നമ്മളത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വലിയ മരത്തെ, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഇതുപോലെയുള്ള വലിയ മരങ്ങളെ താങ്ങി നിർത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അതിൻ്റെ വേരുകളാണ്. പ്രത്യക്ഷത്തിൽ നമ്മളത് കാണുന്നില്ലെങ്കിൽ പോലും ആ വേരുകളാണ് ഈ മരത്തിനാവശ്യമായ പിന്തുണയും പ്രേരണയും ശക്തിയും ഒക്കെ നൽകുന്നത്. യഥാർത്ഥത്തിൽ വേരുകളാണ്. ഇതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രവും. അതായത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെയും വേരുകളാണ് യഥാർത്ഥത്തിൽ എന്ത്? ചരിത്രം. ഈ വേരുകളില്ലാതെ ഈ വൃക്ഷത്തിന് നിലനിൽക്കാനാകുന്നില്ല എന്നതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിനും നിലനിൽക്കാനാകൂല. അതായത് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച്, കഴിഞ്ഞു പോയ കാലം അതായത് നമ്മുടെ ചരിത്രം, ഈ കഴിഞ്ഞു പോയ കാലമാണ് നമുക്ക് എന്ത് നൽകുന്നത്? കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് പലപ്പോഴും നമുക്ക് ചില തിരിച്ചറിവുകളും പാഠങ്ങളും അതുപോലെ ശക്തിയും പിന്തുണയും പ്രചോദനവും ഒക്കെ നൽകുന്നത്. അപ്പോൾ മരത്തിന് വേരുകളില്ലാതെ നിലനിൽക്കാനാകുന്നില്ല എന്നതുപോലെ തന്നെ മനുഷ്യന് ഏതില്ലാതെ നിൽക്കാനാകൂല? ചരിത്രത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെയും നിൽക്കാനാകൂല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളും നല്ല സ്വപ്നങ്ങളും കാണണമെങ്കിൽ നമുക്ക് എവിടെ ചവിട്ടി നിന്നേ പറ്റൂ? ഭൂതകാലത്തിൽ ചവിട്ടി നിന്നേ, അല്ലെങ്കിൽ പാസ്റ്റിൽ
ചരിത്രത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് മാത്രമാണ് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ നമുക്ക് വാർത്തെടുക്കാനാകും. ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. ചരിത്ര പഠനം അത്യാവശ്യമാണെന്നും അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങളും വലിയ നേട്ടങ്ങളും കൊയ്തെടുക്കുന്നെങ്കിൽ ആദ്യം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കേണ്ടത് അനിവാര്യതയാണ് എന്നെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓർത്തു വെക്കണം, ഒരു മരത്തിന് വേരുകൾ എന്ന പോലെ നമുക്ക് ഏതാവശ്യമാണ്? നമ്മളെ മനുഷ്യ സമൂഹത്തിന് അവൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധം ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഏതാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ആദ്യ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും എന്ന് കരുതുന്നു. മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ് എന്നതാണ് നമ്മുടെ ആദ്യ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ഞാനൊന്നുകൂടെ പറയാം. മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ് എന്നതാണ് ചാപ്റ്ററിന്റെ പേര്, ആദ്യ ചാപ്റ്ററിന്റെ പേര്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് ദ ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ച് എന്നതാണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്. ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ തേർഡ് ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നാണ് തേർഡ് ചാപ്റ്ററിന്റെ പേര്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അതുപോലെ ഫോർത്ത് ചാപ്റ്ററിന്റെ പേര് മിഡീവൽ ഇന്ത്യ കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. മിഡീവൽ ഇന്ത്യ കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ, ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് നമ്മുടെ സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ മിഡീവൽ ഇന്ത്യ. സൊസൈറ്റി ആൻഡ് എക്കോണമി ഇൻ മിഡീവൽ ഇന്ത്യ എന്നാണ് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ. ഇനി സിക്സ്ത് ചാപ്റ്റർ ഇതാണ്, ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തൈസിസ്. ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തൈസിസ് എന്ന സിക്സ്ത് ചാപ്റ്റർ. അതുപോലെ സെവൻത് ചാപ്റ്റർ ആയ കേരള ഫ്രം 8th to 18th centuries എന്ന ചാപ്റ്റർ. അതുപോലെ എലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്ന ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ. ടുവേർഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇങ്ങനെ 9 ചാപ്റ്ററുകളാണ് നമ്മൾ ഈ സാധാരണഗതിയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോവേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് 9 ചാപ്റ്ററുകളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യ ചാപ്റ്ററിന്റെ പേര് ഏതാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ്. മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ് എന്നതാണ് നമ്മുടെ ആദ്യ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. മിഡീവൽ വേൾഡ് ദ സെന്റേഴ്സ് ഓഫ് പവേഴ്സ് എന്ന 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ആദ്യ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. ചാപ്റ്ററിന്റെ പേരൊന്നും കൂടെ പറഞ്ഞേ, മിഡീവൽ വേൾഡ് ദ സെന്റേഴ്സ് ഓഫ് പവേഴ്സ്, അല്ലെ? മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം, നമ്മൾ ഏതിനെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് കൂടെ ഓർത്ത് വെച്ചോളണം. ഏത് ലോകത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്? മിഡീവൽ വേൾഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്ന് പഠിക്കാം. നോക്കാം, പീരിയോഡൈസേഷൻ ഓഫ് അല്ലെങ്കിൽ പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ പീരിയോഡൈസേഷൻ ഇൻ ഹിസ്റ്ററി. അതായത് ചരിത്രത്തിന്റെ കാലക്രമം, ചരിത്രത്തെ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രമപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ചരിത്രം എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റഡി ഓഫ് പാസ്റ്റ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉത്ഭവിച്ച കാലം മുതൽ, മനുഷ്യൻ സമൂഹം അല്ലെങ്കിൽ മനുഷ്യൻ ഉത്ഭവിച്ചത് മുതൽ ഇന്ന് വരെയുള്ള നമ്മളിപ്പോൾ ഈ പറഞ്ഞു തീരുന്ന സെക്കൻഡ് വരെ ഇതിന്റെ ഭാഗമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നോക്കുക, എത്രയോ കാലം മുൻപേ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യ സമൂഹം ഉത്ഭവിച്ചത് മുതൽ ഞാൻ ഈ പറഞ്ഞു തീർക്കുന്ന ഈ സെക്കൻഡ് വരെ ഇതിന്റെ ഭാഗമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു പഠന മേഖലയാണ്. അപ്പോൾ ഈ ചരിത്രം ഇത്രയും വലിയൊരു പഠന മേഖല ആയതുകൊണ്ട് നമ്മുടെ പഠന സൗകര്യാർത്ഥം ചരിത്രത്തെ നമ്മൾ എന്തായി തിരിക്കുന്നുണ്ട്? 3 ഘട്ടങ്ങളായി തരംതിരിക്കാറുണ്ട്. അപ്പോൾ പീരിയോഡൈസേഷൻ ഇൻ ഹിസ്റ്ററി അല്ലെങ്കിൽ പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രത്തെ നമ്മൾ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താക്കുന്നുണ്ട്? വിഭജിക്കുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് തരംതിരിച്ചത് നോക്കാം. അപ്പോൾ ചരിത്രത്തെ നമ്മൾ ആൻഷ്യന്റ് ഹിസ്റ്ററി അഥവാ പ്രാചീന ചരിത്രം എന്നും, മിഡീവൽ ഹിസ്റ്ററി അഥവാ മധ്യകാല ചരിത്രമെന്നും, അതുപോലെ മോഡേൺ ഹിസ്റ്ററി എന്നും 3 മേഖലകളായിട്ടാണ് തരംതിരിക്കുന്നത്. എങ്ങനെയാണ്? ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, ദെൻ മോഡേൺ ഹിസ്റ്ററി, 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പോൾ ഈ ആൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് മനുഷ്യ സമൂഹം ഉദ്ഭവിച്ചത് മുതൽ ഏകദേശം 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ്. 0 to 5th century, 0 മുതൽ 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ നമ്മൾ പൊതുവെ ചരിത്രകാരന്മാർ ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻഷ്യന്റ് ഹിസ്റ്ററിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? പിന്നീട് 5ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 15th century അല്ലെങ്കിൽ 5th to 15th centuries വരെയുള്ള കാലമാണ് ഏത് കാലം? മിഡീവൽ ഹിസ്റ്ററിയുടെ കാലം എന്ന് വിളിക്കുന്നത്, മിഡീവൽ ഹിസ്റ്ററിയുടെ കാലം. അതുപോലെ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏകദേശം 15ാം നൂറ്റാണ്ട് മുതലുള്ള കാലത്തെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് മോഡേൺ ഹിസ്റ്ററി അഥവാ ആധുനിക ചരിത്രത്തിന്റെ കാലം എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ചരിത്രകാരന്മാർ ലോകത്തിലെ ഏറ്റവും ശക്തമായിരുന്ന അല്ലെങ്കിൽ ചരിത്രത്തിലെ ഭൂതകാലത്തിലെ ഏറ്റവും ശക്തമായിരുന്ന ഒരു സാമ്രാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തെ വിഭജിക്കുന്നതായി നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനാകും. ലോകത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും സമൃദ്ധവും ഏറ്റവും ശക്തമായിരുന്ന സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് റോമ സാമ്രാജ്യം അഥവാ റോമൻ എംപയർ. ഈ റോമൻ എംപയറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തെ തരംതിരിക്കുന്നുണ്ട്. ഈ ചരിത്രത്തെ നമ്മൾ ഈ പറഞ്ഞ ചരിത്രത്തെ അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനാവും. അപ്പോൾ നമുക്കറിയാം ഈ റോമൻ സാമ്രാജ്യം, ആൻഷ്യൻ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ആൻഷ്യൻ റോമൻ എംപയർ ശരിക്കും 2 എണ്ണം ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഒരു ഈസ്റ്റേൺ റോമൻ എംപറും വെസ്റ്റേൺ റോമൻ എംപറും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഈ റോമൻ എംപറിനെ കുറിച്ചും ഈസ്റ്റേൺ റോമൻ എംപറിനെ കുറിച്ചും വെസ്റ്റേൺ റോമൻ എംപറിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. പക്ഷെ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഓർത്ത് നോക്കാം. അതായത് ഈ 0 മുതൽ 476 CE വരെയുള്ള കാലം അത് ഏതിൻ്റെ കാലമാണെന്ന് അറിയോ? ഇത് വെസ്റ്റേൺ റോമൻ എംപറിന്റെ കാലമാണ്. അതായത് വെസ്റ്റേൺ റോമൻ എംപർ നിലനിന്നിരുന്ന കാലമാണ് ഇത് 0 മുതൽ 476 CE വരെ. അതിനെ കുറച്ചും കൂടെ നമ്മൾ അതിനെ കുറച്ചും കൂടി എന്താണ് റൗണ്ടാക്കി നമ്മൾ പറയുമ്പോഴാണ് എന്ത് വരുന്നത് 0 മുതൽ 5 എന്ന നൂറ്റാണ്ടായി പറയുന്നത്. യഥാർത്ഥത്തിൽ വർഷം ഏതാണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കണം, ഏതുണ്ടായിരുന്ന കാലം? ഏതുണ്ടായിരുന്ന കാലം? വെസ്റ്റേൺ റോമൻ എംപയർ ഉണ്ടായിരുന്ന കാലം. വെസ്റ്റേൺ റോമൻ എംപയർ ഉണ്ടായിരുന്ന കാലമാണ് ഏത്? വെസ്റ്റേൺ റോമൻ എംപയർ നിലനിന്നിരുന്ന കാലത്തെയാണ് നമ്മൾ ഏത് കാലം എന്ന് വിളിക്കുന്നത്? 0 മുതൽ 476 CE വരെയുള്ള കാലമെന്ന് വിളിക്കുന്നത്. അതുപോലെ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ കാലമാണ് 476 CE മുതൽ 1453 CE വരെയുള്ള കാലം. ഇത് ഏത് സാമ്രാജ്യം നിലവിലുണ്ടായിരുന്ന കാലമാണ്? C476 ഈ വെസ്റ്റേൺ റോമൻ എംപയർ അവസാനിക്കുകയും അതിനുശേഷം ഏത് കാലം തുടങ്ങി? അതിനുശേഷം ഈ ഏത് സാമ്രാജ്യമുണ്ട്? ഈസ്റ്റേൺ റോമൻ എംപയർ ഉണ്ട്. അപ്പോൾ 476 വെസ്റ്റേൺ റോമൻ എംപയർ അവസാനിച്ച് അത് മുതൽ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ അവസാനിച്ച കാലം വരെ 1453 വരെയുള്ള കാലം. അതാണ് ശരിക്കും ഇത് മിഡിവൽ ഹിസ്റ്ററിയുടെ പരിധിയിൽപ്പെടുന്നത്, അല്ലെങ്കിൽ അതാണ് മധ്യകാല ചരിത്രത്തിന്റെ ഭാഗം. അപ്പൊ ഇതിന് ഈ 476നെയും ഈ 1453നെയൊക്കെ റൗണ്ട് ആക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെ വരിക? 5-ാം നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെ നമ്മൾ പറയുന്നത്? 15-ാം നൂറ്റാണ്ട് വരെ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ ഈ 1453ൽ ഈ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം അവസാനിച്ചത് മുതലുള്ള കാലമാണ് ഏത് കാലം? മോഡേൺ ഹിസ്റ്ററിയുടെ കാലം എന്ന് വിളിക്കുന്നത്. അതാണ് മോഡേൺ ഹിസ്റ്ററിയുടെ കാലം. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇതിനെ കുറിച്ചാണ്, പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി അല്ലെ, ചരിത്രത്തിന്റെ കാലക്രമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തരംതിരിവിന്റെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണേ, ചരിത്രത്തെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? അതെ, 3ആയിട്ട് അല്ലെ. എങ്ങനെയാണ് 3ആയി തരംതിരിച്ചിരിക്കുന്നത്? ആൻഷ്യന്റ് ഹിസ്റ്ററി എന്ന്, പിന്നെ മിഡീവൽ ഹിസ്റ്ററി എന്ന്, ദെൻ മോഡേൺ ഹിസ്റ്ററി എന്ന്. ഇങ്ങനെ 3ആയിട്ടാണ് ചരിത്രത്തെ വേർതിരിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. വർഷം ഓർമ്മയുണ്ടല്ലോ. ഈ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ കാലം എന്ന് പറഞ്ഞാൽ ഏത് കാലമാണ്? 0 നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 0 മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ കാലം എന്ന് വിളിക്കുന്നത്. 0 to 5th centuries വരെ. ദെൻ 5th to 15th centuries വരെ ഇതിന്റെ കാലമാണ് മിഡീവൽ ഹിസ്റ്ററിയുടെ കാലമാണ്. അതുപോലെ ഈ മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏത് മുതലാണ്? 15th century മുതൽ നമ്മൾ ഈ പ്രസന്റ് വരെ ഏതിന്റെ കാലമാണ്? മോഡേൺ ഹിസ്റ്ററിയുടെ കാലമാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് കടന്നിട്ടില്ല, ചരിത്രത്തിന്റെ പ്രാഥമികമായിട്ടുള്ള അറിവ് പകരുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിലേക്ക് കടന്നാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മിഡീവൽ കാലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് ഏത് കാലമാണ്? 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ കാലമാണ് അല്ലേ. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് ചരിത്രം പഠിച്ചല്ലോ. ഇപ്പോൾ സംഘമേജ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അതൊക്കെ ഏതിന്റെ ഭാഗമാണ്? ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇനി 9ാം ക്ലാസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏത് കാലത്തെക്കുറിച്ചാണ്? മിഡീവൽ ഹിസ്റ്ററിയുടെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 5-ാം നൂറ്റാണ്ട് മുതൽ 5th centuries to 15th centuries വരെയുള്ള കാലമാണ് നമ്മൾ ഏതിൽ പഠിക്കുക? ഈ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നത്. ഇനി മോഡേൺ ഹിസ്റ്ററി നമ്മൾ എവിടെ പഠിക്കും? 10ാം ക്ലാസ്സിൽ പഠിക്കും. 8ാം ക്ലാസ്സിൽ ആൻഷ്യന്റ് ഹിസ്റ്ററി, 9ാം ക്ലാസ്സിൽ നമ്മൾ മിഡീവൽ ഹിസ്റ്ററി പഠിക്കുന്നു, 10ാം ക്ലാസ്സിൽ ഇതിനെയും കുറിച്ച് പഠിക്കും, മോഡേൺ ഹിസ്റ്ററിയെയും കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ദ മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പക്ഷേ മനസ്സിലാക്കണം, ആ ചാപ്റ്റർ ഏത് കാലത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്? മിഡീവൽ ഹിസ്റ്ററിയുടെ ഭാഗമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിഡീവൽ കാലത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായിരുന്ന 8 എംപയറുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. 8 എംപയറുകളും ആ എംപയറിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളും അവരുടെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങളും അവരുടെ ഈ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആദ്യ എംപയറിന്റെ പേര് ഈസ്റ്റേൺ റോമൻ എംപയർ. നമ്മൾ പഠിക്കുന്ന ആദ്യ എംപയറിന്റെ പേര് ഏതാ? മിഡീവൽ കാലത്തെ ഏറ്റവും ശക്തമായിരുന്ന എംപയറുകളിൽ ഒന്നായ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം ഏതാ വരുന്നത്? നോക്കാം, ഹോളി റോമൻ എംപയർ. ഹോളി റോമൻ എംപയർ. അതിനുശേഷം ഹോളി റോമൻ എംപയറിന് ശേഷം നമ്മൾ പഠിക്കുക ദ മംഗോൾ എംപയർ അഥവാ മംഗോളിയൻ എംപയർ, മംഗോളിയൻ സാമ്രാജ്യം. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് മിഡീവൽ അമേരിക്ക, മധ്യകാലത്തെ അമേരിക്ക എങ്ങനെയാണ്. മിഡീവൽ കാലത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു എംപയർ ആണ് ഇത് മിഡീവൽ അമേരിക്ക. ദെൻ നെക്സ്റ്റ് വൺ ദ അറബ് എംപയർ.
അറേബ്യൻ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അറബ് എംപയർ. അതിനുശേഷം പിന്നെ പഠിക്കുന്ന ഏതാ? ദ ഓട്ടോമൻ എംപയറിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ച് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ദ മാലി എംപയർ, മാലി സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കും. ദ ലാസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ചൈന ആൻഡ് ജപ്പാൻ. ചൈനയിലും ജപ്പാനിലും ഒക്കെ മിഡീവൽ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചാപ്റ്റർ പേരെന്താ? മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ് അല്ലേ? മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ്. ഓർക്കണം, മിഡീവൽ വേൾഡ് എന്ന് വിളിക്കുന്ന ഏത് മുതൽ ഏത് വരെയുള്ള കാലത്തെയാണ് പൊതുവെ വിളിക്കുന്നത് നമുക്കറിയാലോ. ഏത് കാലത്തെയാണ്? 5th സെഞ്ചുറി ടു 15th സെഞ്ചുറീസ് വരെയുള്ള കാലമാണ് മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിലെ 8 സാമ്രാജ്യങ്ങളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ എംപേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു. ആദ്യ എംപയറിന്റെ പേരെന്താ? ആദ്യ എംപയറിന്റെ പേര് ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലേ? ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. വിസ്തൃതവും വിശാലവും ശക്തവുമായിരുന്ന ചരിത്രത്തിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ഈസ്റ്റേൺ റോമൻ എംപയർ. നോക്കാം, ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ അതിനു മുൻപ് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് റോമനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ കേൾക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും ശക്തവും സമൃദ്ധവുമായിരുന്ന ഒരു സാമ്രാജ്യമാണ് ഇത് റോമൻ എംപയർ. വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ഒരു എംപയർ ആണ് റോമൻ എംപയർ. അപ്പോൾ വലിയ സാമ്രാജ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ ഭരിക്കുക, അഡ്മിനിസ്ട്രേഷൻ അവിടെ നടത്തുക എന്നത് പ്രയാസകരമായിട്ട് തോന്നി. ആ സമയത്താണ് 4th സെഞ്ചുറീസിൽ 4ാം നൂറ്റാണ്ടിൽ അക്കാലത്ത് റോം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യസ് ഈ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നത്. ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ എംപയർ എന്നും രണ്ടായി വിഭജിക്കുന്നു. നമുക്ക് ഇവിടെ ബോർഡിൽ കാണാം. നോക്കാം, ദ റോമൻ എംപയർ. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ അതിൽ ആദ്യം റോമൻ എംപയർ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ദ റോമൻ എംപയർ വാസ് ദി ലാർജസ്റ്റ് ആൻഷ്യന്റ് എംപയർ. ലാർജസ്റ്റ് ആൻഡ് ആൻഷ്യന്റ് എംപയർ, പുരാതനമായ അല്ലെങ്കിൽ പുരാതന കാലത്തെ ഒരു വലിയ സാമ്രാജ്യമാണ് ഇത് റോമൻ എംപയർ. അപ്പോൾ വലിയ സാമ്രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഭരിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? For administrative convenience, the Roman Emperor Diocletian എന്ന റോമൻ എംപറർ അതിനെ രണ്ടായി വിഭജിക്കുകയാണ് ചെയ്യുന്നത്. The Diocletian, the Roman Emperor, divided the empire into two in the 4th century C. അതായത് ഡയോക്ലിഷ്യൻ 4ാം നൂറ്റാണ്ടിൽ ഈ റോമൻ സാമ്രാജ്യത്തെ എന്തായി വിഭജിച്ചു? രണ്ടായി വിഭജിക്കുകയാണ് ചെയ്യുന്നത്. നോക്കാം, അങ്ങനെ റോമൻ എംപയറിനെ രണ്ടായി വിഭജിച്ചപ്പോൾ എങ്ങനെയുണ്ടായി? ആരാ റോമൻ എംപയറിനെ രണ്ടായി വിഭജിച്ചെന്ന് ഞാൻ പറഞ്ഞത്? ഡയോക്ലീഷ്യൻ അല്ലെ? റോം ഭരിച്ചിരുന്ന, റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഡയോക്ലീഷ്യൻ എന്ന രാജാവാണ് 4th സെഞ്ചുറീസിൽ ഇതിനെ എന്താക്കി മുറിക്കുന്നത്? റോമൻ എംപയറിനെ രണ്ടായി വിഭജിക്കുന്നത്. ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ എംപയർ എന്നും രണ്ടായി വിഭജിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് നമ്മൾ പഠിക്കും, വെസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വിശദമായി പഠിക്കും. ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ്, വെസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ് എന്നൊക്കെ പഠിക്കും. പക്ഷെ ഓർത്തു വെക്കുക, ഇതിനെക്കുറിച്ച് പ്രാഥമികമായി പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നേറാൻ ആകും. ഇപ്പോൾ റോമൻ എംപയറിനെ ഏത് സെഞ്ചുറീസിലാണ് ഡിവൈഡ് ചെയ്ത്? 4th സെഞ്ചുറീസിൽ. ആരാ ഡിവൈഡ് ചെയ്തത്? ഡയോക്ലീഷ്യൻ അല്ലെ? ഡയോക്ലീഷ്യൻ ആണ് ഡിവൈഡ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വിഭജിച്ചത്. അപ്പോൾ റോമൻ എംപയറിനെ രണ്ടായി വിഭജിച്ചപ്പോൾ എങ്ങനെയുണ്ടായത്? ഈസ്റ്റേൺ റോമൻ എംപയർ ഉണ്ടായി, അതുപോലെ വെസ്റ്റേൺ റോമൻ എംപയർ ഉണ്ടായി. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. ദെൻ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ്? റോം ആണ് ഇതിന്റെ ക്യാപിറ്റൽ, വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ടെക്സ്റ്റിൽ കാണുന്ന പോലെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ? നോക്കാം. ദ റോമൻ എംപയർ വാസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഷ്യന്റ് എംപയർ. ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, the emperor Diocletian divided the empire into two. എങ്ങനെയാണ്? ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ, ദെൻ വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ക്യാപിറ്റൽ റോം. അങ്ങനെ റോമൻ എംപയർ രണ്ടായി വിഭജിക്കുന്നു. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ്? റോം അല്ലെ? ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ തന്നെ പണ്ട് വിളിച്ചിരുന്ന പേരാണ് എർലിയർ നെയിം ബൈസാൻഡിയം എന്നുകൂടി ഇതിനെ വിളിച്ചിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ വിളിച്ചിരുന്നു. ആയതുകൊണ്ട് ഈസ്റ്റേൺ റോമൻ എംപയർ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? ബൈസാൻഡിയം എംപയർ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബൈസാൻഡിയം എംപയർ എന്ന് കൂടി അറിയപ്പെടുന്ന ഏത് എംപയർ ആണ്? ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. വ്യക്തമാണോ? ഓക്കെ, ഇനി നോക്കാം. ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഓർമ്മയുണ്ടല്ലോ,
ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാ? കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെ. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം. കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ പണ്ട് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രാചീന കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇറ്റ്സ് earlier name ബൈസാൻഡിയം. ബൈസാൻഡിയം. സോ ദ ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ് ഓൾസോ നോൺ ആസ് ബൈസാൻഡിയം എംപയർ. ബൈസാൻഡിയം എംപയർ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. നോക്കാം. ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ശക്തനായിരുന്ന ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. The Justinian was the greatest ruler in Eastern, അല്ലെങ്കിൽ Justinian was the greatest ruler from the Eastern Roman Empire. ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ശക്തനായിരുന്ന ഭരണാധികാരി ജസ്റ്റീനിയൻ ആണ്. നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. ജസ്റ്റീനിയനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ജസ്റ്റീനിയൻ എന്ന ഈസ്റ്റേൺ റോമൻ എംപയറിലെ ശക്തനായ ഭരണാധികാരിയെ കുറിച്ച് അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരൻ, ഹിസ്റ്റോറിയൻ വിൽ ഡ്യൂറാന്റ്, അദ്ദേഹത്തിന്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർഗെറ്റ് ദ വാസ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. ചരിത്രം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങളെ നീതിപൂർവ്വം മറക്കുകയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് ഓർത്തു നോക്കുന്നു, ജസ്റ്റീനിയൻ നടത്തിയ യുദ്ധങ്ങളെ ചരിത്രം ബോധപൂർവ്വം മറക്കും, നീതിപൂർവ്വം മറക്കും. എന്നാൽ ജസ്റ്റീനിയൻ ഓർമ്മിക്കപ്പെടുക അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിലാണ് എന്നാണ് വിൽ ഡ്യൂറൻ പറയുന്നത്. അപ്പൊ നമുക്ക് വ്യക്തമാണ്, ഈ ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായ ജസ്റ്റീനിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കാം അല്ലെ. അതാണല്ലേ വിൽ ഡ്യൂറൻ പറയുന്നത്. യെസ്, ഈ ജസ്റ്റീനിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ വാസ് ഹിസ് കോഡ് ഓഫ് ലോ. അദ്ദേഹത്തിന്റെ നിയമസംഹിതയാണ് ജസ്റ്റീനിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. നോക്കാം, ഈ ജസ്റ്റീനിയൻ പ്രധാനമായും ചെയ്യുന്നത് റോമിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും കൂടി ക്രോഡീകരിച്ചുകൊണ്ട് എന്നുണ്ടാക്കി ഒരു പുസ്തകം ഉണ്ടാക്കി. ഹി കോഡിഫൈങ് ഓൾ എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. ഹി കോഡിഫൈങ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഹി കോഡിഫൈങ് ഓൾ റോമൻ ലോസ്, എല്ലാ റോമൻ നിയമങ്ങളെയും ഇൻ ടു എ കോഡ് ഓഫ് ലോ, ഒരു നിയമപുസ്തകമാക്കി അദ്ദേഹം മാറ്റി. റോമിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ജസ്റ്റീനിയൻ ഒരു നിയമസംഹിത തയ്യാറാക്കി. ആ നിയമസംഹിതയുടെ പേരാണ് ഇത്. ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമസംഹിതയുടെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കോർപ്പസ് ജൂറിസ് സിവിലിസ്. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ വാസ് ദാറ്റ് ഹി കോഡിഫൈങ് ഓൾ എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ, ഒരു നിയമപുസ്തകമാക്കി അദ്ദേഹം മാറ്റി. His code of law is based on the principles like reasoning and generosity and justice. Reasoning and the generosity and justice. ഈ മൂന്ന് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ജസ്റ്റീനിയൻ എന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന നിയമസംഹിത തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കോർപ്പസ് ജൂറിസ് സിവിലിസിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. സ്ഥിരമായി പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ് കോർപ്പസ് ജൂറിസ് സിവിലിസിന്റെ ഈ 3 ഡിവിഷൻസ്. കോർപ്പസ് ജൂറിസ് സിവിലിസിന്റെ ഒരു ഭാഗം ദ കോഡ്, ദെൻ ദ ഡൈജസ്റ്റ്, ദെൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ദ കോഡ് എന്ന് പറയുന്നത് ഒരു നിയമപുസ്തകമാണ്. ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവാൽഡ് ഇൻ ദി റോമൻ എംപയർ. റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഇത്, ദ കോഡ്. ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവാൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമൻ എംപയറിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളുടെയും ഒരു പുസ്തകം. Then the digest എന്നോട് ഉദ്ദേശിക്കുന്നത് the book which records the opinion of the justice regarding the laws. നിയമങ്ങളെ കുറിച്ച് ഈ ജസ്റ്റിസ്, ന്യായാധിപന്മാരുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് ഇത്, ദ ഡൈജസ്റ്റ്. ദ ഡൈജസ്റ്റ് കണ്ടെയ്ൻസ്, അല്ലെങ്കിൽ ഡൈജസ്റ്റിൽ ഉൾക്കൊള്ളുന്നത് എന്താണ്? ദ റെക്കോർഡ്സ് ഓഫ് ഒപ്പീനിയൻ ഓഫ് ദി ജസ്റ്റിസ് അല്ലെങ്കിൽ ജൂറിസ്റ്റിക്സ് റിഗാർഡിംഗ് ദ ലോസ്. നിയമങ്ങളെ കുറിച്ച് ജസ്റ്റിസിനെ അല്ലെങ്കിൽ ജൂറിസ്റ്റിക്സിന്റെ ഒപ്പീനിയൻസിനെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് എ സ്മോൾ ബുക്ക്, അതൊരു ചെറിയ പുസ്തകമാണ്. ദ സ്മോൾ ബുക്ക് ഇന്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. നിയമത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള വിടുന്നവർക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഇത്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരുന്ന കോഡ് ഓഫ് ലോകളിൽ ഒന്നാണ് ഇത്. ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി, മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ ആയിരുന്ന ജസ്റ്റീനിയന്റെ കോർപ്പസ് ജൂറിസ് സിവിലിസ്. പിന്നീടുള്ള പല ഭരണാധികാരികൾ, പിന്നീടുള്ള ലേറ്റർ വന്നിട്ടുള്ള പല റൂളേഴ്സും അവരുടെ നിയമങ്ങൾക്ക് മോഡലാക്കി മാറ്റിയത് ജസ്റ്റീനിയന്റെ കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന് പറയുന്ന നിയമപുസ്തകത്തെയാണ്. പിന്നീട് 17ാം നൂറ്റാണ്ടിലൊക്കെ വരുന്ന നെപ്പോളിയന്റെ നിയമപുസ്തകം അല്ലെങ്കിൽ നെപ്പോളിയന്റെ കോഡ് ഓഫ് ലോ, ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി വരുന്ന നെപ്പോളിയന്റെ കോഡ് ഓഫ് ലോ പോലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഈ ജസ്റ്റീനിയന്റെ കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന് പറയുന്ന നിയമപുസ്തകത്തെ മോഡലാക്കിക്കൊണ്ടുള്ളതാണ്.
ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന ജസ്റ്റീനിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായ ഈ കോർപ്പസ് ജൂറിസ് സിവിലിസോടുകൂടി നമ്മൾ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത്, ഈ ഈസ്റ്റേൺ റോമൻ എംപയർ ഏത് കാലത്താണ് ഡിക്ലൈൻ അല്ലെങ്കിൽ തകർന്നു പോയത് എന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ജസ്റ്റീനിയന്റെ കാലശേഷം തന്നെ, ആഫ്റ്റർ ദ ജസ്റ്റീനിയന്റെ കാലശേഷം തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിൽ പിന്നീട് ശക്തമായ ഭരണാധികാരികളൊന്നും തന്നെ വന്നിട്ടില്ല. ഈസ്റ്റേൺ റോമൻ എംപയർ കൊളാപ്സ്ഡ് വിത്ത് ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തോടുകൂടി, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി ഏത് തകർന്നുപോയി? ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നുപോയി. അഥവാ 1453 ഇൻ 1453 ദ ടർക്സ് ക്യാപ്ചർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപ്ചർ ചെയ്യുകയും ഇതോടുകൂടി ഏത് തകരുകയും ചെയ്തു? ഈസ്റ്റേൺ റോമൻ എംപയർ കൊളാപ്സ് ചെയ്യപ്പെടുകയും തകരുകയും ചെയ്യപ്പെടും.